നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ലഞ്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ്, ട്രിവാൻഡ്രത്താണ്. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വലുതായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ അമ്മ എല്ലാ ജോലിയും ചെയ്ത് വെച്ചിട്ട് പോവും. കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് അവിടെ വേറെ കുക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ കുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയത്. അപ്പോൾ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ചെറുപയർ തോരനും അതുപോലെ മീൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ തീയലും പയർ തോരനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പയർ കുക്കറിൽ വേവിക്കാൻ ഇടുന്നുണ്ട്. പയർ നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. പയർ വെന്ത് പോകാതെ സൂക്ഷിക്കാം. നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ വെന്ത് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ പക്ഷേ എപ്പോൾ വേവിച്ചാലും അത് വെന്ത് പോവും. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ തോരത്തിന് പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തേങ്ങ അരച്ച് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടൊന്ന് വറുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് ചെമ്മീൻ വൃത്തിയാക്കുകയാണ്. അപ്പോൾ ചെമ്മീനൊക്കെ എന്ത് വിലയല്ലേ, ഭയങ്കര വിലയാണ്. ഒരു 10-12 ചെമ്മീൻ ഉണ്ടായിരുന്നു. അതിന് 100 രൂപയായിരുന്നു. പിന്നെ കുറച്ച് വലിയ സൈസ് ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ 2ആക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ ചെമ്മീനെല്ലാം വൃത്തിയാക്കി വന്നപ്പോഴും നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അരച്ചെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് കടുപൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി, ഒരു 10-12 ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, പിന്നെ നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തക്കാളിയുടെ പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത ഒരു വലിയ സൈസ് തക്കാളിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പുളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയുടെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ പുളിയുടെ അളവ് കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു തക്കാളി ഇതെല്ലാം ഒന്ന് മൂടി വെച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തു. ചെമ്മീനിട്ട് ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ അത് മൂടി വയ്ക്കുമ്പോൾ ചെമ്മീനിന് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഞാൻ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കറി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാവയ്ക്ക് ഭയങ്കര വിശപ്പായിരുന്നു. എനിക്ക് മുട്ടദോശ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു മുട്ടദോശ ഉണ്ടാക്കി കൊടുത്തു. ആ മുട്ടദോശ കഴിച്ചിട്ട് പിന്നെ പെപ്പർ ദോശ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് ഞാൻ ദോശയെല്ലാം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ കറിയുടെ കാര്യം നോക്കുകയാണ്. നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും അതുപോലെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് ഞാനിവിടെ കറി മൂടി വെക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ആ ഒരു കറി നമുക്ക് കറി വറ്റി ആവശ്യത്തിനുള്ള കറിയാകുമ്പോൾ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ തോരത്തിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. ലഞ്ച് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ കഴുകാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ വാവയ്ക്കും ചെയ്യണം.
ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് അത് അപ്പം തന്നെ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് ചില വാശികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വാവയുടെ കയ്യിൽ കൊടുത്തു. കുറച്ച് നേരം ആൾ അവിടേക്കൊന്ന് തൂത്തതിന് ശേഷം ഞാനത് പിടിച്ച് മേടിക്കുകയാണ് ചെയ്തത്. അവിടെ കുറച്ച് കരിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാവ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുപോലെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ആ ഒരു ചെരുപ്പുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റണം. അത് കഴിഞ്ഞ് അവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാവയുടെ കയ്യിൽ നിന്ന് ചൂല് എങ്ങനെയൊക്കെ പിടിച്ച് മേടിച്ചിട്ട് ഞാനവിടെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറ വെച്ചേക്കുന്ന കണ്ടിട്ട് ആൾ ആ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഭയങ്കര ഡാൻസ് കളിയാണ്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ ഇരിക്കും. ഈ ഒരു ഈവനിങ് ടൈമിൽ അവിടെ വെയിൽ കാണില്ല, അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കും. അപ്പോഴത്തേക്കും അമ്മ വരും. അമ്മ ഒരു 6 മണിയാകുമ്പം വരും. പിന്നെ അനിയത്തി ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും. അങ്ങനെ അവർക്ക് ഇങ്ങനെ മാറിയായിരിക്കും ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ആൾക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് രാത്രി ഒരു 8-8:30 ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അത് അമ്മ ജോലി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. 6 മണിയായപ്പോൾ അമ്മ വന്നു. പിന്നെ അമ്മയും ഞാനും ഒക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് അമ്മയ്ക്ക് ചായ തിളപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ തിളപ്പിച്ച് ഞങ്ങൾ കുടിച്ച് പിന്നെ TV കാണലും സംസാരമൊക്കെ ആയിട്ട് ആ ഒരു ദിവസം ആ ഒരു സമയം അങ്ങ് പോവും. അപ്പോൾ ഒരു 8:30 ആകുമ്പം അനിയത്തിയും വരും. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് TV ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും കമൻസൊക്കെ ഒന്ന് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.